ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു എയർ ബ്രൂച്ച് വീഡിയോ ആയിട്ടാണ്. അതിനുവേണ്ടി നമ്മളെടുത്ത മെറ്റീരിയൽസ് ഇതാണ്. ഈ ബീഡ് കുറച്ച് നീളമുള്ളൊരു ബീഡാണ്. പിന്നെ ഒരു ഷുഗർ ബീഡുണ്ട്. നമ്മൾ 18 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 6 ഷുഗർ ബീഡ് കോർത്തിട്ടുണ്ട്. 6 ഷുഗർ ബീഡാണ്. അതിന് ശേഷം നമ്മൾ നീളത്തിലുള്ള ആ ബീഡ് എടുത്ത് അതിൻ്റെ വീതി കൂടിയ ഭാഗത്തിലൂടെയാണ് കോർത്തിട്ടുള്ളത്. ഇതുപോലെ കോർത്ത് സെൻറ്ററിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് പിരിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് ശേഷം ഒരു ഭാഗത്ത് വീണ്ടും നമ്മൾ ആ നീളമുള്ള ബീഡിൻ്റെ ചെറിയ വശത്തിലൂടെ കോർക്കുക. എന്നിട്ട് 6 ബീഡ് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ വെക്കേണ്ട വീതി കൂടിയ ഭാഗമാണ്. വീണ്ടും നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ പിരിച്ചെടുക്കുക. അത് മുട്ടുന്നവരെ പിരിച്ചെടുക്കണം. അടുത്തത് ഇതുപോലെ തന്നെ ചെയ്യുക. ആദ്യം ഇടേണ്ടത് വീതി കുറഞ്ഞ ഭാഗത്തിലൂടെ, പിന്നെ 6 ബീഡ് ഷുഗർ ബീഡ് ഇടുക. അതിനുശേഷം വീതി കൂടിയ ഭാഗത്തിലൂടെ ഗോൾഡൻ ബീഡ് കോർക്കുക. ഇങ്ങനെ കോർത്തിട്ട് ഇതൊരു ഫ്ലവർ രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഒന്നും കൂടി ഇങ്ങനെ പിരിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ ഇതുപോലെ 3 ഉണ്ടാക്കുന്നുണ്ട്, മറ്റേ സൈഡിലും ഇതുപോലെ 3 ഉണ്ടാക്കുന്നുണ്ട്. വീണ്ടും മുമ്പ് ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഗോൾഡൻ ബീഡ് ഇടുമ്പോൾ ആദ്യം ഇടേണ്ടത് ചെറിയ വീതി കുറഞ്ഞ ഭാഗത്തിലൂടെ കോർക്കുക. പിന്നെ 6 മുത്ത് ഷുഗർ ബീഡ് കോർക്കുക. വീണ്ടും ഗോൾഡൻ ബീഡ് വീതി കൂടിയ ഭാഗത്തിലൂടെ കോർക്കുക. ഈ രീതിയിൽ കോർക്കണം. അത്ര ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മൾ അടുത്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നീട്ടിയെടുത്ത് ചെയ്യണം. കുറച്ച് ഗ്യാപ്പ് ഇടണം. ഇതുപോലെ വീണ്ടും നമ്മൾ കോർക്കുക. മുമ്പ് ചെയ്ത പോലെ തന്നെ കോർക്കേണ്ടത്. ഇതുപോലെ കോർത്തിട്ട് വീണ്ടും ഇങ്ങനെ ഫ്ലവറാക്കി മാറ്റുക അതിനെ. ഇനി ഒരു ഫ്ലവറും കൂടി നമുക്ക് ചെയ്യണം. ഈ സൈഡിലായിട്ട് തന്നെ ഒരു ഫ്ലവറും കൂടി ഇതുപോലെ തന്നെ ഗോൾഡൻ ബീഡ് ഇടുക. 6 ഷുഗർ ബീഡ് ഇടുക. വീണ്ടും ഗോൾഡൻ ബീഡ് ഇതുപോലെ പിരിച്ചെടുക്കുകയാണ്. ഇനി 2 ഗിയർ വയറും കൂടി ഒരുമിച്ചൊന്ന് പിരിച്ചെടുക്കുക. മറ്റേ സൈഡും ഇതുപോലെ തന്നെ ചെയ്യുക. ഇപ്പം നമ്മൾക്ക് 2 ഭാഗത്ത് ഫ്ലവർ ആയിട്ടുണ്ട്, സെൻറ്ററിലും ആയിട്ടുണ്ട്, ഒരു സൈഡിലും ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി ഇതുപോലെ 3 ഫ്ലവർ ഉണ്ടാക്കണം. മുമ്പ് ചെയ്ത പോലെ തന്നെ ആദ്യം ഗോൾഡൻ ബീഡ് ഇടുക, പിന്നെ 6 ഷുഗർ ബീഡ് ഇടുക, വീണ്ടും ഗോൾഡൻ ബീഡ് കോർക്കുമ്പോൾ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആദ്യം വീതി കുറഞ്ഞ ഭാഗത്തിലൂടെ ഇട്ട് കൊടുക്കുക. ശേഷം വീതി കൂടിയ ഭാഗത്തിലൂടെയാണ് രണ്ടാമത് ഇടുന്ന ഗോൾഡൻ ബീഡ് ഇടേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ ചെയ്തെടുക്കുക. 3 ഫ്ലവർ, ആ ഭാഗത്തും 3 ഫ്ലവർ വരുന്നുണ്ട്. ഇങ്ങനെ ടോട്ടലി 9 ഫ്ലവേഴ്സ് ഉണ്ടാവും ഒരു ബഞ്ചിൽ. ശേഷം നമ്മൾ 2 ഗിയർ വയറിൻ്റെ 2 പീസും കൂടി ഒരുമിച്ചൊന്ന് ചുറ്റിക്കൊടുക്കുക. ഇത്രേ പണിയുള്ളൂ. ഇതുപോലെ നമ്മൾ കുറേ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 11 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 32 ഇഞ്ചിലൊരു ഗിയർ വയർ എടുത്തിട്ടുണ്ട്. അതിനെ ഡബിളായിട്ട് മടക്കിയതിന് ശേഷം ഒന്ന് ചുറ്റിക്കൊടുത്തതിന് ശേഷം ഇതുപോലൊരു നമ്മൾ ടിയാരക്കൊക്കെ ചെയ്യുന്ന പോലെ ഒരു ഹുക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്ത ഓരോ ബഞ്ചും ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി, ഒന്ന് ടൈറ്റാക്കി ചുറ്റി കൊടുത്താൽ മതി. ഇത്രേ പണിയുള്ളൂ. ഈ 11 ആദ്യം സെൻറ്ററിലൊന്ന് വെക്കണം. ഇതിൻ്റെ കൊളുത്തുന്ന ഭാഗം, മുടിയിൽ ഇങ്ങനെ കൊളുത്തിടുന്ന ഭാഗം ഉള്ളിലോട്ടാവുന്ന രീതിയിൽ, ബാക്ക് സൈഡിലോട്ട് മറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വെക്കണം. സെൻറ്ററിലൊരു ഫ്ലവർ വെക്കാനുള്ളതാണ്. ആദ്യം ഒന്ന് സെൻറ്ററിൽ നമ്മൾ വെച്ചു. അതിന് ശേഷം ഒരു സൈഡും വെച്ചു, മറ്റേ സൈഡും ഇതുപോലെ വെക്കണം. ഇങ്ങനെ 11 ഉണ്ടായാൽ
ഒരു ഭാഗത്ത് 5 മറ്റേ ഭാഗത്ത് 5 സെൻറ്ററിൽ ഒന്നായിട്ടും അങ്ങനെ 11 ഉണ്ടാവും ടോട്ടലി. ഇതുപോലെ ഇങ്ങനെ മൊത്തമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കൊരു സെൻറ്ററിൽ ആ ഗ്യാപ്പിൽ ഓരോ ഫ്ലവർ ഒന്ന് ഇത് തുന്നി കൊടുക്കുക വേണം. ഒട്ടിക്കാൻ പറ്റൂല, അത് നിൽക്കൂല. അപ്പോൾ നമ്മൾ സൂചിയായിട്ട് ചെറിയ നൂലെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനെ കുടുങ്ങിപ്പോവും. അപ്പോൾ ഓരോന്ന് തുന്നാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞ് ചെറിയ നൂലുകൾ എടുത്തിട്ട് ഒന്ന് തുന്നി കൊടുക്കുക. ഒരു ഫ്ലവർ തുന്നാനുള്ള നൂല് മാത്രം എടുത്താൽ മതി. അത് എന്നിട്ട് കെട്ടിക്കൊടുക്കുക. ഇത്ര പണിയുള്ളൂ നമുക്ക് ചെയ്യാൻ. നമ്മളിവിടെ 5 ഫ്ലവർ വെച്ചിട്ടുണ്ട്. അവസാന ഭാഗം ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇതുപോലൊരു ഹുക്ക് പോലെ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് ബ്രൈഡ്സിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.